എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിനകത്ത് സണ്ണി വർഗീസ് എന്നാണ്. അപ്പോൾ പുള്ളി കുറച്ച് ഓൺലൈൻ ഗെയിമിംഗ് സിനാരിയോയിൽ കുറച്ച് തിളങ്ങി നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കുറച്ച് ആളുകളെയൊക്കെ ശല്യപ്പെടുത്തുന്ന കുറച്ച് ചൊറിയനായിട്ടുള്ള, എന്നാൽ അത്യാവശ്യം എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അതാണ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. Hi everyone, I hope everyone's had a good breakfast before coming in. Did you guys? No, not yet. Neither have I, so I think we'll do that later. For asking questions. Sorry? That is why these people are not having energy to ask Yeah, questions. exactly. Maybe next time. So yeah, I play Ansari in the film. It's an action factor. Okay. I think it's worked out well. I think the audience is loving the entire thing. We are loving Bazooka. We are loving Mamuka because Bazooka is Mamuka. Bazooka is Mamuka. So I think I'll pass it on to you now. Thank you so much. Our music is the best, please. I would like to have a verse from you. This is bad guy. He's done really well. Please, few words from me. പാടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആക്ച്വലി കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, സംസാരിച്ചിട്ടില്ല. അല്ല, കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അല്ല, എനിക്ക് ലാസ്റ്റ് പടം കണ്ടപ്പം എനിക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടി എനിക്ക് ഫീൽ ചെയ്തതാണ്. എനിക്ക് എൻ്റെ വർക്കിനെ കുറിച്ച് ഫീൽ ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ കുറച്ച് നന്നാകാനും തോന്നും. ഇത്തരം ഒരു സിനിമയ്ക്ക് മ്യൂസിക്കും ഈ സിനിമയൊന്ന് പിടിച്ചിരുത്തുന്നതന്നെ ശരിക്കും നമുക്ക് കണ്ടപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കുകളൊക്കെയാണ്. പക്ഷെ അതിനൊരു ടൈമുണ്ട്. ടൈം ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ 2019 മമ്മൂക്ക കഥ കേട്ടാന്നാണ് ഞാൻ. 2019 മമ്മൂക്ക കഥ കേട്ട അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന ഗെയിമും കളി അങ്ങനെയൊന്നും അത്ര സജീവമല്ലാണ്. അന്ന് മുതൽ ഈ മനസ്സിൽ അന്ന് താങ്കൾ മ്യൂസിക് ചെയ്യണമെന്ന് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ റൂട്ട്, ഇതെങ്ങനെ ഉണ്ടായാൽ പ്രേക്ഷകർ പിടിച്ചെത്താം, ആ ഒരു ചിന്താഗതി താങ്കൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഡീന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ വേണം, എന്ത് സൗണ്ട് വേണം. ഡീനൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ഡിസ്കസ് ചെയ്ത് സംസാരം വളരെ കുറവല്ലേ, മ്യൂസിക്കിൽ മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷെ എങ്കിലും അതിന്റെ എന്നെ സമയം പേഴ്സണൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയുന്നതാണ്, ഞാൻ ഇന്നലെ സിനിമ കണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ മ്യൂസിക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കും. ഇപ്പം താങ്കൾ പറയും നമുക്ക് എന്ത് ചെയ്തു വെച്ചാലും പിന്നീട് ഒന്നും കൂടെ കാണുമ്പോൾ നന്നാക്കാമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ബാക്കിയും പറഞ്ഞാൽ സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ ഇതിൽ ഓരോ മ്യൂസിക്കുകൾ ചെയ്യുമ്പോഴും മമ്മൂക്കാട് ഒരു എൻട്രിക്ക് കൊടുക്കുന്ന മ്യൂസിക്കിന് ഒരു ചലഞ്ചിങ് ഉണ്ടാവും താങ്കൾക്ക്. മമ്മൂക്ക ചെയ്തു വെച്ച സിനിമകൾ എല്ലാം കണ്ട് വളർന്നു വന്ന താങ്കൾ എങ്ങനെയാണ് മമ്മൂക്ക ഓരോ എൻട്രിക്കും വ്യത്യാസമുണ്ട്, എന്നാൽ ഗെറ്റപ്പിലും മമ്മൂക്ക അവരാണ്. അത് എത്രമാത്രം ചലഞ്ചായിരുന്നു? പടം മൊത്തത്തിൽ എനിക്ക് ചലഞ്ചായിരുന്നു. അന്നവർ എൻ്റെ ഫസ്റ്റ് പടമാണ്, അതുകൊണ്ടുള്ള ചലഞ്ചായിരുന്നു മൊത്തത്തിൽ. എനിക്ക് ഒന്നത് കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കൈകളിലേക്ക് എത്തുമായിരുന്നു അല്ലേ? എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ട് മുന്നോട്ടോ. പുതിയ ആളാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹക്കിമി പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 2019 മമ്മൂക്കായി കഥ കേട്ടതെന്നാണ് ഞാൻ. 2019 കൂടി കഥ പറഞ്ഞ് എണിസാറ് കഥ കേൾക്കുന്നത് മുകളിലേക്ക് മാറുന്നു. അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയൊരു മമ്മൂക്ക. ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. ഞാനൊക്കെ ഓൾഡാണ്, ഞാനൊക്കെ ഈ ഗെയിമൊന്നും കളിച്ചില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്ക. ഇതിലൊരു മെസ്സേജ് കൂടെയാണ് ഈ സിനിമയിലൂടെ വരുന്നത്. പക്ഷെ മമ്മൂക്കയുടെ അവസാനം ഒരു 10-20 മിനിറ്റ് ഉണ്ടല്ലോ,
അത് മമ്മൂക്ക എടുത്തൊരു ചാലഞ്ച്. മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്ക നമ്മൾ പല രീതിക്ക് കണ്ടിട്ട് മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്കയുടെ നമുക്ക് സിനിമ കാണാത്തവർക്ക് കൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല. ആ മമ്മൂക്ക കാറിൽ നിറങ്ങുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കീം ഈ കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് ഹക്കീം? അല്ല, ഞാൻ ഈ പരിപാടി അറിയുന്നത് 2022 സമയത്തൊക്കെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് വെച്ചത്. അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു 10-15 ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ വിളച്ചെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത്. എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും, അപ്പോൾ നമുക്കത് ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ 2-3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പം എന്നോട് ഇത് പറയുമ്പോൾ ഞാനിതെങ്ങനെയായിരിക്കും ഇപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക? ഇത് നേരത്തെ പ്ലാൻഡ് ആണോ അല്ലയോ? ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ബിഗ് ഫാനാണ്. അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക, കണ്ടു പഠിക്കാൻ, ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക, ഒരു എന്താ പറയുക, ഒരു പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എനിക്കെപ്പോഴും എന്താ പറയുക, ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരിട്ട് നിന്ന് കാണാൻ, എന്താ അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ലൈക്ക് എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല. എന്താണ് ആ പ്രോസസ്സ്, നമുക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഇവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും നമുക്കാണ് ഒരു എക്സ്പ്രഷണൽ ആണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കില്ല. ഡയറക്റ്റ് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞു? ഡയറക്റ്റ് ഇവിടെ ഇല്ലല്ലോ. നിങ്ങളുടെ അടുത്തേക്കുന്നവർക്ക് ചോദിക്കാം, അങ്ങനെ വല്ല ഡയറക്റ്റ് പറഞ്ഞു? മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ മമ്മൂക്ക സ്വയം വിട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ മമ്മൂക്കായിട്ടാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു എന്താ ചെറിയ നുവാൻസസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഡീൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പറഞ്ഞത്, അത് ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണോ ഒരാൾക്ക് അങ്ങനെ സാധിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. കുറെ പഠിക്കാൻ പറ്റും. ഹക്കീം, ഇത് 2019 തുടങ്ങിയ ഒരു ജേർണിയാണ്. ഇവിടെ 2019 തുടങ്ങിയ ജേർണിയാണ്. ഇപ്പൊ 2025. അപ്പൊ ഈ ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് കുറെ റിലീസ് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീസർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ്. ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ്, കാരണം ഇത് ഇന്ന് റിലീസാവും നാളെ റിലീസാവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല ഇതിൽ പോയി? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയുക, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5-6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിന് മുന്നേ 2-3 ജനറേഷന്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങളെന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്കപ്പടം.
അതേപോലെ തന്നെ കാരണം സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും ഇപ്പോൾ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടകൾ ഇറങ്ങിയ സമയത്തും താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ താങ്കളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് നമുക്കിവിടെ വരെ യാത്ര ചെയ്തെത്താൻ പറ്റുകയും ആളുകൾ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ റിവ്യൂവിൻ്റെ കേസിൽ പുള്ളി റിവ്യൂ പറയുന്നതിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ബസ്സിൽ ഇരിക്കുന്ന മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ്, ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിലൊരു സംഭവം പറയുന്നത്. ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കിമത്തിൽ വിറ്റ കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഈ അശ്വന്ത് കോക്കിന്റെ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല, ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോർഷൻ മനസ്സിലായത്. പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല. കാരണം അത്രയും ഒരു മുറുകുന്ന ഒരാൾക്ക് അത് കണക്ട് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഏകദേശം ആ 4.29 സെക്കൻഡ് ആ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു. പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട കുഴപ്പമാണെന്ന് പറയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്യാരക്ടറിനോട് മമ്മൂക്ക ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമാണ്. എന്തുകൊണ്ടാണ് പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി കഥ പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്, അതെനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാണോ, ഇല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളൂ. ഇല്ല ഞാൻ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത്തെ വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും അതിന് കാരണമുണ്ട്. അത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്തോ ബ്രോ വിളിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്കതിൽ അരോചകം തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എൻ്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ബ്രോക്ക് വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലൗഡായിട്ട് പാട്ട് കേൾക്കും, ഫോൺ കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതങ്ങനെ ചെയ്തത്. എന്താ പറയുക, സിനിമയ്ക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യണതല്ല, ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ ഇത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുണ്ട്. പക്ഷേ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട്
ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെയും വയറ്റുപഴപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പോൾ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി. ഇപ്പോൾ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ വന്ന് 2-3 തക്കടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ മണ്ടന്മാരല്ലോ. കാരണം ഇത്ര പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. അപ്പൊ നമ്മളിപ്പോ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, മനുഷ്യന്റെ വാല്യൂ. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുമല്ലോ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ട് അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല.